ലൈംഗിക അതിക്രമ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടും പി.കെ. ശശിയോടും കോൺഗ്രസിന് വേറിട്ട സമീപനം. ലൈംഗിക അതിക്രമ കേസിൽ CPIM നടപടിയെടുത്ത ശശിയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാക്കളുടെ അവസരവാദം. ലൈംഗിക അതിക്രമ പരാതിയിൽ CPIM പി.കെ. ശശിക്കെതിരെ നടപടിയെടുത്തിരുന്നു. അന്ന് CPIM-നെതിരെ ശശി കേസ് ആയുധമാക്കുകയായിരുന്നു കോൺഗ്രസ്. അന്ന് പാലക്കാട് DCC അധ്യക്ഷനായിരുന്ന VK ശ്രീകണ്ഠൻ പറയുന്നത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കുറ്റം ഒരു സ്ത്രീയോടും വളരെ മോശമായി പെരുമാറി എന്നുള്ളതാണ്. അത് നീതിന്യായ പീഠത്തെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോ അറിയിച്ച് മാതൃകാപരമായ ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് തീർത്തും പൊതുജനങ്ങളെ വെല്ലുവിളിക്കുക, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് CPIM ചെയ്തിരിക്കുന്നത്. ഇന്ന് അതേ ശശിയെ UDF പാളയത്തിലേക്ക് ക്ഷണിക്കുകയാണ് VK ശ്രീകണ്ഠൻ MP. PK ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയില്ല. കോൺഗ്രസ് പാർട്ടി CPM-ലെ ഈ ആഭ്യന്തര വഴക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് നടപടിയെടുത്തെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനും ശശിയുടെ കാര്യത്തിൽ അതേ നിലപാടില്ല. അവരുടെ പാർട്ടിയിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹം ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തത് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്തു. കോൺഗ്രസ് നിരന്തരം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് ഈ തീവ്രത കുറഞ്ഞ ലൈംഗിക അതിക്രമമായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യാം. അവർക്ക് ചർച്ച ചെയ്തിട്ടില്ല എന്നല്ലേ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.